ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ്. മടിയുള്ള സമയത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഫില്ലിംഗ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങാ ചമ്മന്തിയാണ്. ഈ ഒരു തേങ്ങാ ചമ്മന്തി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഫില്ലിങ് എത്രത്തോളം വേണം അതിനനുസരിച്ച് വേണം ഇവിടെ തേങ്ങ എടുക്കാനായിട്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക്, എരിവിനായിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചിയും കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നാരങ്ങാ നീരല്ല എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അരച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സ്നാക്സിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക. ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ഓൾറെഡി ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുഴുങ്ങിയ കോഴിമുട്ട കേട്ടോ. കോഴിമുട്ട ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കീറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴിമുട്ടയും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി മിക്സ് ആക്കി എടുത്തതായിരുന്നു. നമുക്കതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഇതുപോലത്തെ ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിൽക്ക് ബ്രെഡ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. മിൽക്ക് ബ്രെഡ് ആകുമ്പോൾ നമുക്കിത് ഷേപ്പാക്കി എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രെഡിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നടുഭാഗത്തായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഒരു ഫില്ലിങ്ങിൽ നിന്ന് തേങ്ങ ചമ്മന്തിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ ഒന്ന് പ്രസ്സാക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പുഴുങ്ങി വെച്ച ഒരു കോഴിമുട്ട അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം വേറൊരു ബ്രെഡ് കൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. കവർ ചെയ്തിട്ട് അങ്ങനെ എല്ലായിടത്തും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു കോഴിമുട്ടയുടെ മിക്സ് ഉണ്ടായിരുന്നല്ലോ, കോഴിമുട്ടയും അതുപോലെ തന്നെ കോൺഫ്ലോറിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടായിരുന്നു. അതിൽ ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ടിംഗ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ടിങ് കൊടുക്കുക. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓയിൽ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ എല്ലാ വശവും ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തിരുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല അതിനുള്ള ഒരു ചമ്മന്തിയും കോഴിമുട്ടയും പിന്നെ ഒരു ബ്രെഡും എല്ലാം കൂടി മിക്സാക്കി കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്